ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മിനായിലെത്തി. നാളെയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം. മിന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലായി 6 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഹജ്ജ് കർമ്മങ്ങൾ. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ 20 ലക്ഷത്തോളം തീർത്ഥാടകർ മിനായിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് മിനായിൽ താമസിക്കുന്നതോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. നാളെ അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പായാണ് ഇന്നത്തെ മിനായിലെ താമസം കണക്കാക്കപ്പെടുന്നത്. യൗമു തർവിയ അഥവാ വിശ്രമദിനം എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് മറ്റു ആരാധനാ കർമ്മങ്ങളൊന്നും തീർത്ഥാടകർക്ക് നിർവഹിക്കാനില്ല. നാളെ നടക്കുന്ന ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി പുലർച്ചെ മുതൽ തീർത്ഥാടകർ മിനായിൽ നിന്ന് യാത്ര തിരിക്കും. നാളെ പകൽ മുഴുവൻ അറഫയിൽ സംഗമിച്ച് ഹാജിമാർ പാപമോചന പ്രാർത്ഥനകളിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും മുഴുകും. സൂര്യൻ അസ്തമിക്കുന്നതോടെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്ത് കഴിച്ചുകൂട്ടുന്ന തീർത്ഥാടകർ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കും. ഞായറാഴ്ച രാവിലെ മുസ്ദലിഫയിൽ നിന്നും മിനായിൽ തിരിച്ചെത്തി ജംറയിൽ കല്ലേർ കർമ്മം നടത്തും. ബലിപെരുന്നാൾ ദിവസമായ ഞായറാഴ്ച തീർത്ഥാടകർ ബലി നൽകുകയും മുടിയെടുക്കുകയും വിശുദ്ധ കാബയെ പ്രദക്ഷിണം വെക്കുകയും ചെയ്ത ശേഷം ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മിനായിലെ തമ്പുകളിൽ താമസിച്ച് ഹാജിമാർ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. ബുധനാഴ്ചയോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി എല്ലാ തീർത്ഥാടകരും മിനായോട് വിട പറയും. അനധികൃത തീർത്ഥാടകരെ തടയാൻ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. നുസുക്ക് കാർഡുള്ള തീർത്ഥാടകരെ മാത്രമാണ് മിനായിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പുണ്യസ്ഥലങ്ങൾക്കിടയിൽ തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ മെട്രോ സർവീസും ബസ് സൗകര്യങ്ങളുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും മേൽനോട്ടത്തിലാണ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നത്. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.